എറണാകുളം നഗരമധ്യത്തിൽ മരക്കൊമ്പിൽ കൂറ്റൻ പെരുമ്പാമ്പ്. എറണാകുളത്തപ്പൻ അമ്പലത്തിന് സമീപത്തുള്ള മരത്തിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. SC/ST മെൻസ് ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടിനുള്ളിലെ മരത്തിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. വിവരങ്ങളുമായി ഇപ്പോൾ അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ് തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം. അമൽനാഥ് പാടിച്ചാൽ, പെരുമ്പാമ്പ് നല്ല വലിപ്പമുള്ള പെരുമ്പാമ്പ് തന്നെ അല്ലേ മരത്തിനുള്ളിൽ? എങ്ങനെയാണ് ഇത് ആദ്യം കാണുന്നത് ആൾക്കാർ? അജിംഷാദ്, നല്ല ഒത്ത പെരുമ്പാമ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാവിലെ ഏകദേശം ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 9:30 കൂടിയാണ് ഈ മരത്തിന് മുകളിൽ, അതായത് എറണാകുളത്തപ്പൻ അമ്പലത്തിന് സമീപത്തുള്ള മരത്തിന് മുകളിൽ ഈ പെരുമ്പാമ്പിനെ നാട്ടുകാർ കാണുന്നത്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ SC/ST മെൻസ് ഹോസ്റ്റൽ കോമ്പൗണ്ടിനകത്തുള്ള മരത്തിന് മുകളിലാണ് ഈ പെരുമ്പാമ്പിനെ കണ്ടത്. അതായത് ഈ സമയം രാവിലെയോടുകൂടി ഈ കാക്കകളുടെ അസാധാരണമായ ശബ്ദം കേട്ടാണ് ഇവിടെയുള്ള നാട്ടുകാർ ഈ മരത്തിന് മുകളിലേക്ക് നോക്കുന്നത്. അപ്പോൾ കാക്കകൾ ഈ പെരുമ്പാമ്പിനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇവിടെ സ്നേക്ക് റെസ്ക്യൂ സംഘത്തിനൊക്കെ അറിയിച്ച് അവർ സംഭവ സ്ഥലത്തേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. ഈ പെരുമ്പാമ്പിനെ പിടികൂടുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ പെരുമ്പാമ്പിനെ പിടികൂടുക എന്നുള്ളത് പ്രയാസമാണ് എന്നാണ് സ്നേക്ക് റെസ്ക്യൂ സംഘത്തിൽ നിന്നുള്ളവർ പറയുന്നത്. അതിന്റെ കാരണം ഈ മരത്തിന്റെ ഏറ്റവും ഉയരങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ഈ പെരുമ്പാമ്പ് ഉള്ളത്. അത്രയും ഉയരത്തിലേക്ക് കയറി അതിനെ പിടികൂടുക എന്നത് നിലവിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് ഒരു അപകടം ഉണ്ടാക്കാനടക്കം സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ റെസ്ക്യൂ സംഘത്തിന്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനാൽ തന്നെ അവർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂറിന് മുകളിലായി ആ പെരുമ്പാമ്പിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പക്ഷേ ആ പെരുമ്പാമ്പ് അല്പം ഒന്ന് താഴേക്ക്, അതായത് താഴത്തെ ചില്ലകളിലേക്ക് വന്നാൽ മാത്രമേ ആ പെരുമ്പാമ്പിനെ പിടികൂടാൻ വേണ്ടി പറ്റൂ എന്നാണ് നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള സ്നേക്ക് റെസ്ക്യൂ സംഘം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ താഴേക്ക് വരുവാനുള്ള ഒരു പ്ലാനും ആ പെരുമ്പാമ്പിന് ഇല്ല എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും മുകളിലെ ശിഖരങ്ങളിലൂടെ അത് ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ചൂട് കൂടുമ്പോൾ മരത്തിന്റെ മുകളിൽ തന്നെ ആയിരുന്ന ഏറ്റവും ഉയരങ്ങളിലായിരുന്നാൽ നല്ല ചൂട് വരും മണിക്കൂറുകളിൽ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ കൂറ്റൻ മരത്തിൽ ഒരു കൂറ്റൻ പെരുമ്പാമ്പിനെ കാണുന്നത്. വളരെ ഉയർച്ചയിലാണ് പെരുമ്പാമ്പുള്ളത്. വളരെ വലിപ്പമുള്ള പെരുമ്പാമ്പാണ്. സാധാരണഗതിയിൽ നാം കാണുന്നതിനപ്പുറം വളരെ വലിപ്പമുള്ള പെരുമ്പാമ്പ്. വളരെ അപകടകരമാണ്. വിഷമില്ലെങ്കിൽ പോലും മനുഷ്യരെ പിടിച്ച് വിഴുങ്ങാൻ തക്കം പ്രാപ്തിയുള്ള വലിപ്പമാണ് ആ പെരുമ്പാമ്പിനെ കാണുന്നത്. പക്ഷേ പെരുമ്പാമ്പിനെ പിടികൂടുക ശ്രമകരമാണ്. ഈ ദൃശ്യങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാകാം. കാരണം വലിയ മരമാണ്, അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് പെരുമ്പാമ്പുള്ളത്. സ്വാഭാവികമായും അതിനെ പിടികൂടുക ശ്രമകരമാണ്. അതുതന്നെയാണ് റെസ്ക്യൂ സംഘവും പറയുന്നത്. അവിടെ നിന്നും അമൽനാഥ് പാടിച്ചാൽ തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ നൽകി വരികയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് നഗരമധ്യത്തിലാണ് എന്നുള്ളതാണ്. വളരെ അപകടം. ജനങ്ങൾ ഒരുപാട് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന കൂടുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു പെരുമ്പാമ്പിനെ കാണുന്നത്. കാരണം SC/ST മെൻസ് ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ മരത്തിലാണ് ഇത്തരത്തിൽ പെരുമ്പാമ്പിനെ കാണുന്നത്. സ്വാഭാവികമായും വിദ്യാർത്ഥികളടക്കം ആ മരത്തിൻ്റെ താഴെയൊക്കെ ഉണ്ടാകാം. അത് വലിയ അപകടമായിരുന്നു. തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് കാക്കകൾ വല്ലാതെ കരയുകയും മറ്റും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് മരത്തിൻ്റെ മുകളിൽ വലിയൊരു പെരുമ്പാമ്പിനെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷമാണ് പോലീസിനെയും മറ്റും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഈ പെരുമ്പാമ്പിനെ സുരക്ഷിതമായി തന്നെ താഴേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചനയിലുള്ളത്. പക്ഷേ പെരുമ്പാമ്പിനെ താഴെ എത്തിക്കുന്നത് ശ്രമകരമാണെന്ന് ഇപ്പോൾ തന്നെ റെസ്ക്യൂ സംഘം പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ഉയർച്ചയിലാണ്, വളരെ വലിപ്പം കൂടിയ പെരുമ്പാമ്പാണ്. ഒരുപക്ഷെ ഇര വിഴുങ്ങിയതിന് ശേഷമുള്ള അവസ്ഥയിലാണ് എങ്കിൽ പെരുമ്പാമ്പിനെ സൂക്ഷിച്ചിറക്കിയില്ലെങ്കിൽ അതിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. തീർച്ചയായും അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം അവിടെ നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. അമൽനാഥ് പാടിച്ചാൽ, ഈ കാക്കകൾ കരയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് വീണത്. ഇത് ഇര വിഴുങ്ങിയ സാഹചര്യത്തിലാണോ ഉള്ളത്? ഈ മരത്തിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഇത് കയറുന്നത്? വിദഗ്ധർ എന്തൊക്കെയാണ് അവിടെ എത്തിയ വിദഗ്ധർ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് പറയുന്ന സൂചനകൾ? അജിംഷാദ്, ഇത് ഇര വിഴുങ്ങിയതല്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. കാരണം ഇര വിഴുങ്ങിയതാണെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഉയരങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി സാധിക്കില്ല. നിലവിൽ ഇര വിഴുങ്ങിയിട്ടില്ല.
രാവിലെയോടുകൂടി കാക്കകൾ ഇതിനെ ആക്രമിച്ചിരുന്നു. അത്തരത്തിൽ കാക്കകൾ ആക്രമിക്കുന്ന ആ ദൃശ്യങ്ങൾ കണ്ടതോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം കേട്ടതോടുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ ഇതിനു മുകളിൽ പെരുമ്പാമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഉയരം വളരെ കൂടുതൽ തന്നെ അത്രയും ഉയരത്തിലേക്ക് പോയി അതിനെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് ഇവിടെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട്. ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അതിനെ, അതായത് തീർച്ചയായും ഫയർഫോഴ്സും പോലീസും ഒക്കെ വളരെ ശ്രമകരമായ ദൗത്യം തന്നെയാണ് പെരുമ്പാമ്പിനെ പിടികൂടുക. അവിടെ പെരുമ്പാമ്പിനെ ഉപേക്ഷിച്ച് പോകാനാകില്ല, കാരണം അത് അപകടമാണ്. കാരണം പെരുമ്പാമ്പ് വിഷമില്ലെങ്കിൽ പോലും മനുഷ്യനെ വിഴുങ്ങുന്ന ഒന്നാണ്, നമുക്കൊക്കെ അറിയാവുന്ന സാഹചര്യം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ആ താഴ്ഭാഗത്തു കൂടി പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പെരുമ്പാമ്പിനെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയാനാകില്ല. അപ്പോൾ സ്വാഭാവികമായും അതിനെ പിടികൂടുക തന്നെ വേണം. പക്ഷേ എന്നാൽ പിടികൂടുക ശ്രമകരമാണ്, കാരണം വളരെ ഉയർച്ചയിലാണ് പാമ്പുള്ളത്. അതും വലിയ സൈസിലുള്ള പാമ്പായതിനാൽ പെരുമ്പാമ്പ് സ്വാഭാവികമായി തന്നെ വലിപ്പമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നാം കാണുന്ന പെരുമ്പാമ്പുകളിൽ വെച്ച് തന്നെ വളരെ വലിപ്പം കൂടിയതാണ് എന്ന് ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്.